കാസർകോട്ടേക്കാണ്. ഒരു അത്യപൂർവ്വ സ്നേഹത്തിൻ്റെ കഥ പറയാനുണ്ട്. നീലേശ്വരം സ്വദേശി ഉമേഷ് റാവുവിൻ്റെയും ഗായിമായി എന്ന് വിളിപ്പേരുള്ള ഒരു മുത്തശ്ശി പശുവിൻ്റെയും കഥയാണ്. നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ? കഥ പറയുന്ന ആളിനെയും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. എൻ്റെ പേര് ഗായിമായി. എനിക്കിപ്പോൾ 23 വയസ്സായി. സാധാരണ ഞങ്ങൾ പശുക്കളൊക്കെ 15 മുതൽ 20 വയസ്സ് വരെയാണ് ജീവിക്കാറ്. പക്ഷേ എൻ്റെ മുത്തശ്ശൻ ഉമേഷ് റാവു എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത്. അതാവും ഇതുവരെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി എൻ്റെ മുത്തശ്ശനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. മുത്തശ്ശന് 86 വയസ്സുണ്ട്. വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എന്നെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ ആ മുഖത്തെ ചിരി കാണാൻ നല്ല ചേലാണ്. പറഞ്ഞ പോലെ കേൾക്കും. പിന്നെ വിശക്കുമ്പം അവർ വയറും കൊടുക്കും. പറഞ്ഞ പോലെ കേൾക്കും. ഒരു ശല്യവുമില്ല. വിശക്കുമ്പം പിടിക്കും, വയറും കൊടുക്കും. നമ്മളെ കാണുന്നുണ്ടെങ്കിൽ ആരെയും ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഇല്ല. ഇവള് ഈ പശുവിനെ വളർത്താൻ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ടില്ല എന്നുള്ളത്. പാലും ചോറുണ്ടെങ്കിൽ മൂരുണ്ടെങ്കിൽ ഊണായി 2 കാന്താനും മുളകും. ഞങ്ങളൊക്കെ ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ ഇനമാന്ന് പറയുന്നുണ്ട്. 30 വർഷം മുൻപ് എൻ്റെ അമ്മയെയാണ് ആദ്യം മുത്തശ്ശൻ വാങ്ങിയത്. പിന്നീട് അമ്മ പോയി. ഇപ്പോൾ എനിക്ക് മക്കളും പേരക്കുട്ടികളും ഒക്കെയുണ്ട്. ഞങ്ങൾ അങ്ങനെ 5 തലമുറ പിന്നിട്ടു. എല്ലാവർക്കും കൂടി നിൽക്കാൻ ഈ വീട്ടിൽ സ്ഥലമില്ല. അതുകൊണ്ട് അവരൊക്കെ വേറെ വീട് കെട്ടി താമസം തുടങ്ങി. ഇപ്പോൾ ഞാനും മുത്തശ്ശനും മാത്രമേ വീട്ടിലുള്ളൂ. പിന്നെ എന്നെ പരിചയപ്പെടാൻ 24-ലെ ചേട്ടന്മാർ വന്നപ്പോൾ ഒത്തിരി സന്തോഷം.